Hi dear students, welcome all to the new lecture. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ വെക്റ്റർ ഇൻ്റഗ്രൽസ് എന്നുള്ള പാർട്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ ഇൻ്റഗ്രൽസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയും അവയുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് സാധാരണ രീതിയിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ വരുന്നത്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ എ ബി എന്നുള്ള ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്നുള്ള ഒരു ഇന്റർവെല്ലിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് യൂസ് ചെയ്യുന്നത്. അതിനെ റീമാൻ സം ഉപയോഗിച്ച് നമ്മൾ സാധാരണ രീതിയിൽ ഡിഫൈൻ ചെയ്തിരുന്നു. ഇനി ഡബിൾ ഇൻ്റഗ്രൽസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ലെറ്റ് എഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബി ഡിഫൈൻഡ് ഇൻ എ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ ആർ ഓഫ് ടു സ്പേസ്. അതായത് ഒരു പ്ലെയിനിലുള്ള ആർ എന്നുള്ള ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിലാണ് നമുക്ക് ഒരു ഫംഗ്ഷനെ ഡബിൾ ഇൻ്റഗ്രൽസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു റീജിയൻ, ഇപ്പോൾ ഇവിടെ ഒരു പ്ലെയിനിലുള്ള ഒരു റീജിയൻ, ആ റീജിയൻ ക്ലോസ്ഡും ബൗണ്ടഡും ആവണം. അപ്പോഴാണ് നമുക്കതിനെ ഡബിൾ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഈ ഒരു റീജിയനെ സ്മോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ച് സ്മോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ റെക്റ്റാങ്കിൾ ആർ കെ എന്ന് പറയുന്ന ഒരു സ്മോൾ റെക്റ്റാങ്കിൾ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നതിന് നമ്മൾ ഡെൽറ്റ എ കെ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സബ് റീജിയൻ ആർ കെ ഓഫ് ഏരിയ ഡെൽറ്റ എ കെ. ഡെൽറ്റ എ കെ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഈ ഒരു എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും വൈ ആക്സിസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഡെൽറ്റ വൈ ആണ് എങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ അല്ലെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ ആയിരിക്കും ഈ ഒരു സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് വരുന്നത്. ഈ ഒരു സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ആ പോയിന്റിനെ നമ്മൾ എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്നുള്ള ഒരു പോയിന്റ്, പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ ഇതിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ പോയിന്റിലുള്ള എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് കെ വൈ കെ ഇൻറ്റു ഡെൽറ്റ എ കെ എന്നുള്ള ഈ ഒരു ഇതിൻ്റെ ഏരിയനെ, സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ ഈ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് കെ വൈ കെ എന്നുള്ള ഫോമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു ടേമും കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് നോം പി ബി ദി നോം ഓഫ് ദി പാർട്ടീഷൻ ഓർ ദി ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് ഡയഗണൽ ഓഫ് ആർ കെ. അപ്പോൾ ഈ ഒരു നോം പി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ സ്മോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണോ, അപ്പോൾ ഇതിൽ ആ ലെങ്തിനെയാണ്, ഏറ്റവും വലിയ ലെങ്തിനെയാണ് നമ്മൾ നോം പി എന്നുള്ള ഫോമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നോം പി സ്മോളർ ആവുന്ന സമയത്ത് റെക്റ്റാങ്കിൾസിൻ്റെ ഈ ഒരു സ്മോൾ റെക്റ്റാങ്കിൾസ് എന്തായിട്ട് വരും, സ്മോളർ ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് റീജിയൻ ആർ ഓഫ് ടു സ്പേസ്. Then the double integral of f over r is given by double integral over r f of xy dA is equal to limit norm p tends to 0 sigma k varies from 1 to n f of xk star yk star delta ak. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എ കെ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിലുള്ള എല്ലാ റെക്റ്റാങ്കിൾസും, സ്മോൾ റെക്റ്റാങ്കിൾസിലുള്ള ഇതേപോലെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, അവയുടെ സം എടുക്കുക. സിഗ്മ കെ വെരീസ് ഫ്രം 1 to n എന്നുള്ള ഫോമിലുള്ള ഈ ഒരു സം എടുത്തു കഴിഞ്ഞാൽ ആ സം ആണ് എഫ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ള ഫോമിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can say that the function f of xy is double integral and the value of the limit is the value of the double integral over r f of xy dA എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഈ ലിമിറ്റ് മസ്റ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ആ ഫംഗ്ഷൻ എപ്പോഴും ഡബിൾ ഇൻ്റഗ്രൽ ആയിരിക്കും. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആർ എന്നുള്ള ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ, ആ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയൻ ആണ് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് സിഗ്മ കെ വെരീസ് ഫ്രം 1 to n ഡെൽറ്റ എ കെ എന്നുള്ള ഫോമിലാണ് ഈ ഒരു സം വരിക. അപ്പോൾ അതെന്ന് പറയുന്നത് എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെയും ഏരിയകളുടെ സമ്മായിട്ട് വരും. അതായത് ഈ ഒരു റീജിയൻ്റെ സമ്മായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. റീജിയൻ്റെ ഏരിയകളുടെ ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും.
അപ്പോൾ area of the region when f of x y equal to 1 on R, then the limit norm p tends to 0 sigma k varies from 1 to n delta ak simply gives the area of A. Therefore the area of the region R is given by A equal to double integral over R dA. ഇനി നമ്മൾ വോളിയം, ഇപ്പം നമ്മൾ ഡെൽറ്റ എ കെ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എ കെ എന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഡെൽറ്റ എ കെ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് ഈ സ്മോൾ റെക്ടാങ്കിളിന്റെ ഏരിയ. എഫ് ഓഫ് എക്സ് കെ വൈ കെ എന്നുള്ളത് നമ്മളൊരു ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെഡ് ആക്സിസിലുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ, അപ്പോൾ ആ ഒരു സ്മോൾ റെക്ടാങ്കുലാർ പ്രിസം, ഒരു റെക്ടാങ്കുലാർ ചെറിയൊരു പൈപ്പിന്റെ പോലെയുള്ള ഒരു റെക്ടാങ്കുലാർ പ്രിസം, ആ റെക്ടാങ്കുലാർ പ്രിസത്തിന്റെ വോളിയം ആയിരിക്കും എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എ കെ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നു. എഫ് ഇൻറ്റു ഡെൽറ്റ എ കെ എന്നുള്ള ഫോർമുല ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമ്മ് ടോട്ടലി എന്ത് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും? എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്റെ അണ്ടറിൽ ആർ എന്നുള്ള റീജിയൻ ബൗണ്ട് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിനിൽ ആർ എന്നുള്ള റീജിയൻ ബൗണ്ട് ചെയ്യുന്ന മുകളിൽ അപ്പറിൽ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ബൗണ്ട് ചെയ്യുന്ന റീജിയന്റെ എക്സ് വൈ സെഡ് പ്ലെയിനിലുള്ള റീജിയന്റെ വോളിയം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൺ ആർ, then the product f of xk star yk star delta ak can be interpreted as the volume of a rectangle of a prism of height f of xk star yk star and base of area delta ak. The summation of the volumes sigma k varies from 1 to n f of xk star yk star delta ak is the approximation of the volume of V of the solid above the region R and below the surface z equal to f of xy. The limit of this sum as norm p tends to 0 if it exists gives the exact volume of the solid. That is, if f is non-negative on R, then volume V equal to double integral over R f of xy dA. അപ്പോൾ വോളിയം കാണാനുള്ള ഫോർമുല V equal to double integral over R f of xy dA എന്നുള്ളതാണ്. ഏരിയ കാണാനുള്ള ഫോർമുല A equal to double integral over R dA എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലോ അല്ലെങ്കിൽ സാധാരണ ഇൻ്റഗ്രൽസിലോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം പ്രോപ്പർട്ടീസ് ആണ് ഇവിടെയും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇൻറ്റു എഫ് ഇൻറ്റു സി ഇൻറ്റു എഫ് ഡി എസ് ഈക്വൽ ടു സി ഇൻറ്റു ഈ ഒരു കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. സം റൂള്, സമേഷൻ റൂള്, സം ആൻഡ് ഡിഫറൻസ് റൂള്, അഡിറ്റിവിറ്റി. ഒരു ആർ എന്നുള്ള റീജിയനെ നമുക്ക് രണ്ട് റീജിയന്റെ സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ R1 R2 എന്നുള്ള രണ്ട് റീജിയൻസിന്റെ യൂണിയൻ, നോൺ ഓവർലാപ്പിംഗ് റീജിയൻസിന്റെ യൂണിയൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ഇവാലുവേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽസിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു തിയറം പറഞ്ഞിട്ടുണ്ട്. ആ തിയറം വെച്ചിട്ട് നമുക്ക് ഇതിന് ഡബിൾ ഇന്റഗ്രൽസിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിബിനീസ് തിയറം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ എ റീജിയൻ ആർ ഇഫ് ആർ ഈസ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ആർ such that a less than or equal to x less than or equal to b, g1 less than or equal to y less than or equal to g2, then double integral over r f of xy dA equal to integral a to b integral g1 to g2 f of xy dy dx. അതായത് നമുക്ക് r എന്നുള്ള റീജിയൻ തന്നിട്ടുള്ളത് x വേരി ചെയ്യുന്നത് a മുതൽ b വരെയും y വേരി ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻസിന്റെ ഇടയിലുമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് വേരി ചെയ്യുന്നത് ഇവിടെ ഫിക്സ് എക്സ് വേരി ചെയ്യുന്നത് എ മുതൽ ബി വരെയാണ്, എ തൊട്ട് ബി വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. വൈ വേരി ചെയ്യുന്നത് G1 തൊട്ട് G2 എന്നുള്ള രണ്ട് ഫംഗ്ഷന്റെ ഇടയിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ G1 to G2 എഫ് ഓഫ് എക്സ് വൈ dy dx എന്നുള്ള ഫോമിലാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഏത് ഓർഡറിലാണോ ലിമിറ്റ് എടുത്തിട്ടുള്ളത് അതേ ഓർഡറിൽ തന്നെ വേണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഔട്ടറിൽ ആദ്യം എടുത്ത ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഏറ്റവും അവസാനം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്, അതായത് ഇന്റഗ്രൽ G1 to G2 എഫ് ഓഫ് എക്സ് വൈ ഡി വൈ എന്നുള്ളതിനെയാണ് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്.
ചെയ്യേണ്ടത്. ഇനി നമുക്ക് റീജിയൻ തന്നത് ടൈപ്പ് 2ലാണ്. അതായത് സി എന്ന് പറയുന്നത് y വേരി ചെയ്യുന്നത് സിന്റെയും ഡിന്റെയും ഇടയിലാണ്. y എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റന്റിന്റെ ഇടയിലാണ് വേരി ചെയ്യുന്നത്. പക്ഷെ x വേരി ചെയ്യുന്നത് h1 y less than or equal to x less than or equal to h2y എന്നുള്ള ഫോമിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of xy dA എന്നുള്ളത് ഇന്റഗ്രൽ c to d ഇന്റഗ്രൽ h1 to h2 f of xy dx dy എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു ഇന്റഗ്രൽ ആണ് എടുക്കുന്നത്. ഇന്റഗ്രൽ h1 to h2 f of xy dx എന്നുള്ള ഇന്റഗ്രൽ എടുക്കും. അതിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എല്ലാം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഇന്റഗ്രൽ c to d ഈ വാല്യൂ എത്രയാണോ അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. If f of xy equal to x square y minus 2xy and are such that 0 less than or equal to x less than or equal to 3 minus 2 less than or equal to y less than or equal to 0, then evaluate double integral over r f of xy dA. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആദ്യം നമ്മൾ ഇതിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡബിൾ ഇന്റഗ്രൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x വേരി ചെയ്യുന്നത് 0 to 3ഉം y വേരി ചെയ്യുന്നത് -2 to 0യുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സും വൈയും ഇവിടെ വേരി ചെയ്യുന്നത് രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസിന്റെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് നോക്കൂ, ഡബിൾ ഇന്റഗ്രൽ ഓവർ r f of xy dA equal to ഇന്റഗ്രൽ 0 to 3 ഇന്റഗ്രൽ -2 to 0 x square y minus 2xy dy dx എന്നുള്ള ഫോമിലാണ്. ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലുള്ള ഇന്റഗ്രലിന്റെ ലിമിറ്റ് നമുക്ക് വൈയുടെ ലിമിറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ എക്സിന്റെ ലിമിറ്റ് പുറത്തുള്ള ഇന്റഗ്രലിന് നമ്മൾ എക്സിന്റെ ലിമിറ്റ് കൊടുക്കുന്നു, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പാർട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ -2 to 0 x square y minus 2xy dy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, വൈനെ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് സാധാരണ പോലെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 3 -2 to 0. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ ഇതേ കാര്യം തന്നെ ബ്രാക്കറ്റിൽ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ ബൈ 2 എന്നുള്ള ഫോമിൽ വരും. 2x ഇൻറ്റു 2y എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. എക്സ് സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ ബൈ 2 മൈനസ് xy സ്ക്വയർ. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു -2 ടു y ഈക്വൽ ടു 0 dx. ഈ പുറത്തുള്ള dx ഇതേപോലെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ y സ്ക്വയറിന് 0 കൊടുക്കുമ്പോൾ രണ്ട് ടേമും 0 ആയിട്ട് വരും. -2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് ലോവർ ലിമിറ്റിന്റെ -2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 -2 ഹോൾ സ്ക്വയർ ബൈ 2. -2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4/2 ഈക്വൽ ടു 2. അപ്പം -2x സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽ ടു അഗെയിൻ 4. സോ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് 2x സ്ക്വയർ മൈനസ് 4x ഇൻറ്റു dx എന്നുള്ള ഫോമിൽ വന്നു. അല്ലെങ്കിൽ 2x സ്ക്വയർ ഇതിനെ വീണ്ടും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മളിവിടെ ആദ്യം പോസിറ്റീവ് ഉള്ള ടേം എഴുതി 4xനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് കിട്ടിയത്. അതിനെ നമ്മൾ 2x സ്ക്വയറിന് എഴുതി. മൈനസ് 2x സ്ക്വയർ എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 x varies from 0 to 3 എന്നുള്ള ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുത്തു. നമുക്ക് ആൻസർ 0 എന്ന് കിട്ടി. ഇനി ഇതിനെ തന്നെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു dx dy എന്നുള്ള ഫോമിൽ എടുത്തിട്ടും ടെക്സ്റ്റിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ.